Good evening, ma'am. Good evening. ടീച്ചറെ ഒക്കെ ആയിട്ടുണ്ട് കേട്ടാ. Yes. Thank you. Okay, നമുക്കൊരു 2 minutes ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ആർക്കെങ്കിലും കണക്ഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും we will wait for 2 minutes. Okay. ഇന്ന് പ്രേയർ ആരാണ്? ഉണ്ടോ? ആരാണ് ഇന്ന് പ്രേയർ? ഞാൻ പാടാം. ബിബിത. ഓക്കെ, ബിബിത ഒരു 2 minutes. ശരണ്യ പറഞ്ഞിരുന്നു. ഓക്കെ. ഞാൻ ശരണ്യ കഴിഞ്ഞതാണോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ബിബിത ടുമാറോ യുവർ ടേൺ. ഓക്കെ, ടുഡേ ശരണ്യ. ഓക്കെ മാം. ഞാൻ ഡേറ്റും കൂടി ഇട്ടേക്കാം, അല്ലെങ്കിൽ എനിക്ക് മാറിപ്പോകും. Okay, we can start. Sharanya. Merciful Lord, please keep me happy today. Prayer is on its way, bloom into flowers. Streets full of flowers should be holy streets. Dear God, please keep me happy today. While traveling, remember God. Help me to be bright, kind, and good. My parents, teachers, and friends do bless and keep us all in happiness. God is a blessing. God is a blessing. Thank you, God, for everything. Okay, നന്നായി എഴുതിയിട്ടുണ്ട്. ബിബിത്ര, tomorrow is your turn. Okay. Okay, ma'am. So, join ആയി വരുന്നുണ്ട് എല്ലാരും. നമുക്കിപ്പോ സ്റ്റാർട്ട് ചെയ്യാം. ആക്ടിവിറ്റീസ് എല്ലാം ഒന്ന് നോട്ട് ചെയ്യാം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് 2 ആക്ടിവിറ്റി ഇന്നലെ പറഞ്ഞതിന്റെ വന്നിട്ടുണ്ടാവും. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രാക്ടീസ് ചെയ്യാറുണ്ടോ വീട്ടിൽ അറ്റ്ലീസ്റ്റ് 5 minutes? ഉണ്ട് മാം.
നമ്മുടെ സെൽഫിന് നല്ലതാണ്. സോ നമ്മൾ കുറെ ദിവസമായി മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ആരെങ്കിലും ഇന്ന് ലീഡ് ചെയ്യാൻ റെഡിയാണോ? എന്തെങ്കിലും തീം വെച്ചിട്ട് 5 minutes ഓൺലി പ്രോംപ്റ്റ് കൊടുത്താൽ മതി. ലീഡ് ചെയ്യാൻ ആരെങ്കിലും റെഡിയാണോ? എനിവൺ? ആരില്ലേ? റെഡിയാണോ? നമുക്കൊരു മ്യൂസിക് ഒക്കെ ഉണ്ടെങ്കിൽ മെഡിറ്റേഷൻ കുറച്ചുകൂടെ നന്നായിരിക്കും. പക്ഷെ നമ്മളിത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് മ്യൂസിക് ഇച്ചിരി പാടായിരിക്കും. എൻ്റെ ആണെങ്കിൽ ബ്ലൂടൂത്ത് ഒന്നുമില്ല. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം ഒരു മ്യൂസിക് ഇടാനായിട്ട്. നമുക്ക് നല്ലപോലെ കേൾക്കുന്നുണ്ടോ എന്ന് പറയണേ. ആരെങ്കിലും ലീഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ പറയണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പ്രോംപ്റ്റ് തരാം. ഞാൻ ട്രൈ മാം, ഞാൻ ചെയ്യട്ടെ? ഇപ്പഴാ ജോയിൻ ചെയ്തേ. അപ്പൊ എന്ത് റീഡ് ചെയ്യുന്ന കാര്യം മാം പറഞ്ഞേ? അതായത് മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാം, അത് ലീഡ് ചെയ്യാൻ ആരെങ്കിലും റെഡി ആണോ? ആരും റെഡി എന്ന് എന്തോ പറയണ്ടായിരുന്നല്ലോ. ആരെ? ഞാനാണ്. മ്യൂസിക് വേണോ? വേണ്ട, ഞാൻ ശ്രമിക്കാം. ഓക്കെ, ട്രൈ. 5 minutes ഓൺലി കേട്ടോ. പ്രോംപ്റ്റ് കൊടുക്കുക, നമ്മൾ അതിനനുസരിച്ച് ഫോൺ ചെയ്യാം. ക്യാൻ സ്റ്റാർട്ട്. മെല്ലെ കണ്ണുകൾ അടച്ച് കൈകൾ മലർത്തി കാൽമുട്ടിന് മുകളിലായിട്ട് വെച്ച് പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ബ്രീത്ത് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യാം. അങ്ങനെ ഒരു 3 പ്രാവശ്യം ചെയ്യാം. പിന്നെ മാം എന്ന് പറഞ്ഞ പോലെ കൈകൾ മെല്ലെ തിരുമി പയ്യെ നമ്മുടെ ഫേസിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് മെല്ലെ കണ്ണുകൾ തുറന്ന് ഉണ്ട് ചെറു പുഞ്ചിരിയോടെ ഇരിക്കുക. ഓക്കെ, വെരി നൈസ്. നല്ലൊരു കൂൾ റിലാക്സ്ഡ് ഫീലിംഗ്. കാരണം പ്രോംപ്റ്റ് ഞാൻ പറയുമ്പോൾ എനിക്ക് ആ ഫീൽ കിട്ടില്ല. നമ്മൾ ചെയ്യുമ്പോൾ വേറൊരാൾ പറഞ്ഞു കേട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സേഷൻ ഫീൽ ചെയ്യും. ഓക്കെ, നമുക്ക് നന്നായിട്ടുണ്ടായിരുന്നു ആതിര. ഇതുപോലെ ലീഡ് ചെയ്യാൻ മീൻസ് വീട്ടിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നമുക്ക് എല്ലാ ദിവസവും ക്ലാസ്സിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഓക്കെ, പിന്നെ ഈ കംഫർട്ടബിൾ മെഡിറ്റേഷൻ സമയത്ത് കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ഇരിക്കണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കംഫർട്ടബിലിറ്റി ആട്ടോ. ലൈക്ക് നമുക്കിപ്പോ ഞാനിപ്പോ ചെയറിൽ ഇരുന്നാലേ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റും, അല്ലെങ്കിൽ വീഡിയോ ക്യാമറ മാറ്റി വെച്ച് നിലത്തൊക്കെ ഇരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ നമുക്ക് ഫ്ലോറിൽ ഇരിക്കാം, ഫ്ലോറിൽ യോഗ മാറ്റ് ഇട്ടിട്ടിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഷീറ്റ് വിരിച്ചിട്ടിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ കൗച്ചൊക്കെ ഉണ്ടാവുമല്ലോ, സോഫ സെറ്റി പോലത്തെ, അതിലിരിക്കണമെങ്കിൽ അതിലിരിക്കാം, കട്ടിലിരിക്കണമെങ്കിൽ ഇരിക്കാം. പക്ഷെ എപ്പോഴും ഫ്ലോറിൽ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ എനർജി ഫീൽ ചെയ്യും. പിന്നെ അങ്ങനെ പറ്റാത്തവർ ചെയറിൽ ഇരിക്കുക. പിന്നെ നമ്മുടെ കൈ പാം അത് നമ്മുടെ ലെഗില് നമ്മുടെ പാം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെക്കാം. അത് ഓപ്പൺ ആയിട്ട് വെക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് നല്ല പോസിറ്റീവ് എനർജി വരുമ്പോൾ നമ്മൾ അത് റിസീവ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന മീനിങ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളൊന്നും എടുക്കുന്നില്ല ഇവിടെ നിന്ന്. പിന്നെ അതുപോലെ അങ്ങനെ കൈ ഓപ്പൺ ആയി നിവർത്തി വെക്കുന്നത് തന്നെ തിരിച്ച് കമഴ്ത്തി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് റിലീസ് ആവുന്നതെല്ലാം ഗ്രൗണ്ട് ചെയ്ത് പോകുന്നതായിട്ട് അങ്ങനെയും ഒരു ഫീലാണത്.
അപ്പൊ അങ്ങനെ പല പോസ്റ്ററിൽ നിങ്ങൾക്കൊന്ന് ചെയ്യാം. പിന്നെ സയന്റിഫിക്കലി ഒരു ചിന്മുദ്രയുണ്ട്. ഈ ചിന്മുദ്ര ഇങ്ങനെ വെച്ച് നമുക്ക് ചിന്മുദ്ര വെച്ചിട്ട് നമുക്ക് അങ്ങനെ കൈ അങ്ങനെ ഓപ്പൺ ആക്കി വെക്കാം. നമുക്ക് ഡിപ്പെൻസ് ഓരോരുത്തർക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യും. പിന്നെ ചിലർക്ക് കണ്ണടയ്ക്കുമ്പോൾ വിഷമം ഉണ്ടാവും. നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിക്കാം. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും തിങ്സ്, എന്തെങ്കിലും സാധനങ്ങളാകാം. അങ്ങനെ അവരെ മാത്രം അങ്ങനെ മൈൻഡിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് മെഡിറ്റേഷൻ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് മാത്രമായിട്ട് ചെയ്യാം. ഓക്കെ, നമുക്കത് ഓരോ പ്രാവശ്യവും നമുക്ക് വീക്കിലി ക്ലാസ്സിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒക്കെ മെഡിറ്റേഷൻ ഒന്ന് ട്രൈ ചെയ്യാം. എല്ലാ ദിവസവും നമുക്ക് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല. ഓക്കെ സാർ, നമുക്ക് സെക്കൻഡ് പേജ് ആയിരുന്നേ സാർ, എടുത്തു വെച്ച പേജ് തന്നെയായിരുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് ആയിരുന്നു. കുറെ കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട്. അതിൽ ഫുഡ് ഫാക്ടേഴ്സ് ആദ്യം പറഞ്ഞു. ഫുഡ് ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? എനിവൺ? കാർബോഹൈഡ്രേറ്റ്സ്, പിന്നെ പ്രോട്ടീൻ, യെസ്, മിനറൽസ്, വൈറ്റമിൻസ്, വൈറ്റമിൻസ്. അതിന്റെ കൂടെ ഫാറ്റും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഫാറ്റിനെ പറ്റി സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിലും ഫാറ്റ്, വി ആർ ഗെറ്റിംഗ് ഫാറ്റ് ഫ്രം മെനി ഓഫ് ദീസ് ഫുഡ്സ്. ഓക്കെ, ഫാറ്റിനെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കാർബോഹൈഡ്രേറ്റ്സും അതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. കാർബോഹൈഡ്രേറ്റ്സ് ബോത്ത് ഹെൽത്തി ഉണ്ട്, അൺഹെൽത്തി ഉണ്ടെന്നെല്ലാം നമ്മൾ പറഞ്ഞു. പ്രോട്ടീൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി മിനറൽസ്, പല അസുഖങ്ങൾക്കും പ്രോട്ടീൻസ് കഴിക്കാനാണ് ഡോക്ടേഴ്സ് പലപ്പോഴും പറയാറ്. കിഡ്നിയുടെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ പ്രോട്ടീൻസ് ഫുഡ് ഐറ്റംസിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് പറയും. ഓക്കെ, നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന എനർജി കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് കിട്ടുന്നു. നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് കണ്ടന്റ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു, നമ്മുടെ ബോഡിയിൽ എനർജി ഫോം ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് നമ്മൾ എടുത്തു. പക്ഷെ എനർജി ആവശ്യ സമയത്ത്, നമ്മളുടെ ബോഡിക്ക് ആവശ്യമുള്ള സമയത്ത് എനർജിയെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നവരാണ് മിനറൽസ്. അതാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ബോഡിയുടെ എനർജിയെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നവരാണ് ആ എനർജിയെ നമ്മുടെ ബോഡിയുടെ ഏതൊക്കെ ഫങ്ഷൻസിന് ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ റെഗുലേറ്റ് ചെയ്യുന്നത്. ബോഡിയുടെ പ്രോസസ്സിനെ, അതായത് ബോഡിയിൽ നടക്കുന്ന പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നവരാണ് മിനറൽസ്. ഓക്കെ, നമുക്ക് പലപ്പോഴും ഈ മിനറൽസ് കുറേ ഉണ്ട്. കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സോഡിയം, പൊട്ടാഷ്യം, ക്ലോറൈഡ്, അയൺ, സിങ്ക്, അയഡിൻ, സെലിനിയം, കോപ്പർ, അങ്ങനെ പറഞ്ഞ കുറേ ഉണ്ട്. നമ്മുടെ വീട്ടില് പ്രായമാകുമ്പോൾ സോഡിയം കുറഞ്ഞു, പൊട്ടാസ്യം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പ്രായമായ ആളുകളെ, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളവരെ തന്നെ പലപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആക്കാറുണ്ട് അല്ലെ. അങ്ങനത്തെ കേസ് വരാം. ചില സമയത്ത് സോഡിയം കൂടി അല്ലെങ്കിൽ പൊട്ടാസ്യം കൂടി, അങ്ങനത്തെ ഇഷ്യൂസും വരാറുണ്ട് നമ്മളുടെ. അതുപോലെ തന്നെ നമ്മളുടെ ബോഡിയിൽ ആസിഡും ആൽക്കലൈൻ, അതായത് ആസിഡ് ബേസ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ തന്നെ അസിഡിക് ആയിട്ടുള്ള, ബോഡിയിൽ നിന്ന് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അസിഡിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഇതിനെ ബാലൻസ് ചെയ്യുന്നത് മിനറൽസ് ആണ്. ബോഡിയുടെ പ്രോസസ് റെഗുലേറ്റ് ചെയ്യുന്നു, ഫുഡിൽ നിന്നും എനർജി റിലീസ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ന്യൂറോ ഫങ്ഷൻസ് ഇല്ലേ, നെർവിന്റെ, കാരണം നമുക്കൊരു മെസ്സേജ് കിട്ടുന്നത് നെർവിലൂടെയാണ്, അതിന്റെ ട്രാൻസ്മിഷൻ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ മസിൽസിന്റെ കോൺട്രാക്ഷൻ. നമ്മൾ എണീറ്റ് നടക്കുന്നു, നമ്മൾ കൈകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നു, നമ്മുടെ മസിൽസ് ആണ് മൂവ് ചെയ്യുന്നത് അല്ലെ, മസിൽസ്. അപ്പൊ അതിന്റെ കോൺട്രാക്ഷൻ, ഇതെല്ലാം. അപ്പൊ മിനറൽസിന്റെ ഡ്യൂട്ടീസ് കുറെ ഉണ്ട്. ഞാനിപ്പോ പറഞ്ഞതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് ആർക്കെങ്കിലും പറയാൻ പറ്റും? നിങ്ങൾ നോട്ട് ചെയ്യണം, കാരണം നമ്മളുടെ എക്സ്ട്രാ ബോഡി പ്രോസസ് റെഗുലേറ്റർ, ന്യൂറോ ട്രാൻസ്മിഷൻ, മസിൽ കോൺട്രാക്ഷൻ, എനർജി റിലീസ്, ആസിഡ് ബേസ് ബാലൻസ് അല്ലെ. ആസിഡിന്റെയും ബേസിന്റെ ബാലൻസ് അത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നു. കാരണം അല്ലെങ്കിൽ മോർ അസിഡിക് ആവും, നമുക്ക് ഭയങ്കര മോർ അസിഡിക് ആയ കുളിച്ചത് കിട്ടൽ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാറില്ലേ. മോർ ആൽക്കലൈൻ ആയാലും നമുക്ക് പ്രോബ്ലം ആണ്. കാരണം നമ്മുടെ ഇൻടേക്ക് ചെയ്യുന്ന ഫുഡ് അകത്ത് ചെന്ന് ന്യൂട്രലൈസ് ആവണമെങ്കിൽ ആസിഡ് ബേസ് ആ ഒരു റേഷ്യോ കറക്റ്റ് ആയിരിക്കണം, അതിന്റെ ബാലൻസ് കറക്റ്റ് ആയിരിക്കണം. ഈ മിനറൽസ് ബോഡിയുടെ പല പ്രോസസ്സും ഫങ്ഷൻസും നല്ല രീതിയിൽ ചെയ്യാനാണ് മിനറൽസ് എന്ന് പറഞ്ഞു.
അപ്പൊ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം മിനറൽസിന്റെ കാര്യങ്ങൾ ഈ പറഞ്ഞതൊക്കെ തന്നെ. നെക്സ്റ്റ് നമ്മളുടെ ഇതിനകത്ത് പറയാത്ത ഒരു ഫുഡ് ഫാക്ടറാണ് ഫാറ്റ് എന്ന് പറയുന്നത്. ഫാറ്റ് നിങ്ങൾക്ക് അറിയാം, ഫാറ്റ് ഏതിന്നൊക്കെ കിട്ടും? നമുക്ക് എവിടെ എന്തൊക്കെ ടൈപ്പ് ഫുഡ് കഴിക്കുമ്പോഴാണ് ഫാറ്റ് കിട്ടുന്നത്? ഓയിൽ ഫുഡ്, ഓയിലിൽ നിന്ന് ഓയിലി ഫുഡ് കഴിക്കുമ്പോഴാണ് നമുക്ക് ഫാറ്റ് കിട്ടുന്നത്. ഈ ഫാറ്റ് നമ്മളുടെ ബോഡിയിലേക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ഫാറ്റ് വന്നു ഡെപ്പോസിറ്റ് ആയെന്ന് വിചാരിച്ചു നമ്മുടെ ബോഡിയിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലാണ് ഫാറ്റ് ഒന്ന് ബേൺ ഔട്ട് ആവുക? അല്ലെങ്കിൽ നമുക്ക് ഒബിസിറ്റി ആയി പോകും, ഫാറ്റ് അവിടെ ഒക്കെ അങ്ങ് ഡെപ്പോസിറ്റ് ആകും. ഓക്കെ, സോ അതാണ് ഫാറ്റിന്റെ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ നമുക്ക് പല ടൈപ്പ് ഫാറ്റ് ഉണ്ട്. നമുക്ക് വെജ് ഐറ്റംസിൽ നിന്നും ഫാറ്റ് കിട്ടും, അതുപോലെ തന്നെ നോൺ വെജ് ഐറ്റംസിൽ നിന്നും ഫാറ്റ് കിട്ടും നമ്മുടെ ബോഡിക്ക്. സോ ഈ ഫാറ്റ് തന്നെ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. അത് ഗുഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ അത് ഗുഡ് ആണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. അത് പ്രധാനമായിട്ടും കാണുന്നത് ഫുഡ് ഫ്രം പ്ലാന്റ്സ്, അത് പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതിൽ നിന്നെല്ലാം നമുക്ക് ഫാറ്റ്സ് കിട്ടും. സച്ച് ആസ് വെജിറ്റബിൾ ഓയിൽസ്, നട്ട്സ്, സീഡ്സ്. അതുപോലെ നമുക്ക് ഫിഷിൽ നിന്ന് കിട്ടും ഫാറ്റ്, omega-3 ഫാറ്റി ആസിഡ് അല്ലെ, കുറെ ഫിഷിലുണ്ട്. അപ്പൊ ഫിഷ് കഴിക്കാത്ത വെജിറ്റേറിയൻസ് എന്ത് ചെയ്യും? അവർ സീഡ്സ് കൂടുതലായിട്ട് അവരുടെ ഫുഡില് സീഡ്സ് ഇൻക്ലൂഡ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ അവർക്ക് ഒരു ഫിഷ് കഴിക്കുന്ന ഒരാളിനേക്കാളും കുറവായിരിക്കും ഇവർക്ക് കിട്ടുന്ന ഫാറ്റ്. അപ്പം അവർ അതിനനുസരിച്ച് അവരുടെ ഫുഡില് അങ്ങനെയുള്ള സീഡ്സ്, ഫ്രൂട്ട് സീഡ്സ്, നട്ട്സ് എല്ലാം കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ഈ അൺസാച്ചുറേറ്റഡ് തന്നെ ഫാറ്റ് തന്നെ മോണോ അൺസാച്ചുറേറ്റഡ് ഉണ്ട്. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ്, ഒലീവ്, പീനട്ട്, അവോക്കാഡോ, അതിലൊക്കെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. പിന്നെ ആൽമണ്ട്സ്, ഹേസൽ നട്ട്, അങ്ങനെയുള്ള നട്ട്സിലും ഉണ്ട്. പംകിൻ സീഡ്, സെസാം സീഡ്, അതിലെല്ലാം മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉണ്ട്. ഇതെല്ലാം നല്ല അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ്. അത് ഒലീവ് ഒരു സ്പൂൺ ഒലീവ് ദിവസവും കഴിക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡിൽ സ്പ്രിങ്കിൾ ചെയ്യാം. പിന്നെ പീനട്ട്സ് നല്ലതാണെന്ന് പറയുന്നു, അവക്കാഡോ നല്ലതാണെന്ന് പറയുന്നു, അതുപോലെ ആൽമണ്ട്സ്. പിന്നെ എല്ലാം ടു മച്ച് വിൽ ഹാം ദ ബോഡി എന്ന് പറയുന്ന പോലെ എല്ലാം ആ കറക്റ്റ് അളവില്. ആൽമണ്ട്സ് ആണെങ്കിലും ദിവസം ഒരു മാക്സിമം 5 numbers, അതിനപ്പുറത്തേക്ക് ആവശ്യമില്ല. അതുപോലെ കാഷ്യൂ നട്ട് ആണെങ്കിലും ശരി, നമ്മളൊരു 5-6. പക്ഷെ വെറുതെ കഴിക്കുന്നത് വെറുതെ വേസ്റ്റ് ആയി പോകുള്ളൂ, നമ്മുടെ ബോഡിയിലേക്ക് അതിന്റെ ഗുണം കിട്ടില്ല. പംകിൻ സീഡ് വളരെ നല്ലതാന്ന് പറയും, സെസാം സീഡ്സ് എല്ലാം വളരെ നല്ലതാണ്. പിന്നെ ഇത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് ഞാനിപ്പോ പറഞ്ഞതെല്ലാം. ഒലീവ്, പീനട്ട്, അവക്കാഡോ, ആൽമണ്ട്സ്, ഹേസൽനട്ട്, അങ്ങനെയുള്ളതെല്ലാം. പിന്നെ അതുപോലെ തന്നെ പംകിൻ സീഡ്സ്, സെസാം സീഡ്സ്. ഓക്കെ, നെക്സ്റ്റ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ്. ഇത് ഹൈ കോൺസെൻട്രേഷനിൽ വരുന്നത് സൺഫ്ലവർ, കോൺ, സോയാബീൻ, ഫ്ലാക്സ് സീഡ്, വാൽനട്ട്, ഫിഷ്, ഇതിലെല്ലാം പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഹൈ കോൺസെൻട്രേഷനിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നു. സൺഫ്ലവർ, കോൺ, സോയാബീൻ, ഫ്ലാക്സ് സീഡ് ഓയിൽസ്, വാൽനട്ട്, ഫ്ലാക്സ് സീഡ്സ്, ഫിഷ്. ഈ പോളി അൺസാച്ചുറേറ്റഡിൽ വരുന്നതാണ് omega-3 ഫാറ്റി ആസിഡ്സ്. നമുക്കറിയാം നമ്മളുടെ ബോഡിയിൽ ഒത്തിരി കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ തന്നെ പല ഇതും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ആവശ്യത്തിനുള്ള അളവിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ഫുഡ് സപ്ലിമെന്റ് എടുക്കുന്നത്. ആവശ്യത്തിനെടുക്കുന്നത്. പക്ഷെ omega-3 ഫാറ്റി ആസിഡ് നമ്മുടെ ബോഡിക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അത് നമ്മൾ എന്തായാലും ഫുഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടണം. ബാക്കിയുള്ളത് പലതും നമ്മളുടെ ബോഡിയിൽ ഒരു ചെറിയ അളവിലെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം കുറഞ്ഞാലും omega-3 ഫാറ്റി ആസിഡ് കിട്ടുന്നെങ്കിൽ നമ്മൾ ഫുഡ് ഇൻടേക്ക് തന്നെ ചെയ്യണം. ഇത് ഈറ്റിംഗ് ഫിഷ് 2 to 3 times in a week, ആഴ്ചയിൽ 2-3 തവണ ഫിഷ് ഇൻടേക്ക് ചെയ്താലാണ് നമുക്ക് ആവശ്യത്തിനുള്ള omega-3 ഫാറ്റി ആസിഡ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ വെജിറ്റേറിയൻസ് എന്ത് ചെയ്യും? അവര് ഹൗ ടു ഡിപ്പെൻഡ് ഓൺ ഫ്ലാക്സ് സീഡ്സ്, വാൽനട്ട്സ്, സോയാബീൻ ഓയിൽ, അങ്ങനെയുള്ളതെല്ലാം അവർ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഗുഡ് പ്ലാന്റ് സോഴ്സ് ആണ് omega-3 ഫാറ്റി ആസിഡിന്റെ
പ്ലാന്റ്സ് ചെടികളിൽ വരുന്നത് ഫ്ലാക്സ് സീഡ്സ്, വാൽനട്ട്, സോയാബീൻ ഓയിലൊക്കെയാണ് വരുന്നത്. അപ്പം നമുക്ക് omega-3 ഫാറ്റി ആസിഡ് വളരെ നല്ലതാന്ന് പറയാം. കാരണം omega-3 ഫാറ്റി ആസിഡ് ശരിക്കും ഈ പ്രിമച്വർ ഡെത്ത്, അതിന്റെ ലോവർ റിസ്ക്, ചെറുപ്പത്തിലെ കുട്ടികൾ മരിച്ചു പോകൂലേ പ്രിമച്വർ ഡെത്ത്, അതിനെ ഒത്തിരി കൺട്രോൾ ചെയ്യാൻ omega-3 ഫാറ്റി ആസിഡിന് കഴിയും. സ്റ്റഡീസ് പറയുന്നതാണ്. ഇതിലെല്ലാം തന്നെ റിസർച്ചും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനി പിന്നെ റിസർച്ച് നടന്നതിൽ ഇപ്പോഴും ഭയങ്കരമായിട്ട് കോൺട്രഡിക്ഷൻ നടക്കുന്ന ഒരു കാര്യമാണ് കോക്കനട്ട് ഓയിലിന്റെ കാര്യം. കോക്കനട്ട് ഓയിലൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റ്സിൽ വരും. കോക്കനട്ട് ഓയിൽ കഴിച്ചാൽ അങ്ങനെ ഹാർട്ടിന് ഇഷ്യൂ ആണ് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു സൈഡ് പറയും കോക്കനട്ട് വെറുതെ പച്ചക്ക് കഴിക്കാം. ഈ ചില ഡയറ്റൊക്കെ പറയുന്നവര് മധുരമില്ലാത്ത തേങ്ങയുടെ പീസ് ഇങ്ങനെ ഫുഡിൽ ഉൾപ്പെടുത്താം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈവൻ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് കോക്കനട്ട് ഉണ്ട്, നമ്മൾക്ക് തന്നെ അതിൽ നിന്ന് എണ്ണ ഓയിൽ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ. പക്ഷെ എന്നാലും പറയും കോക്കനട്ട് ഇത്തിരി പ്രശ്നമാണെന്ന്. പക്ഷെ ചിലര് പറയുന്നത്, എക്സ്പീരിയൻസിൽ നിന്ന് ചില ഡോക്ടേഴ്സ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്, കോക്കനട്ട് ചൂടാക്കാതെ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ ഹെൽത്തിയാണ്. ലൈക്ക് നമ്മളിപ്പം ദോശ ഉണ്ടാക്കുന്നു, കഴിക്കാൻ നേരത്ത് ചുമ്മാ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നു, പിന്നെ അവിയൽ, ഓലൻ, അങ്ങനെയുള്ള നമ്മളുടെ ചില ട്രഡീഷണൽ ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ, അതിലെല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്, ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അത് മോർ ഹെൽത്തിയാന്ന് പറയുന്നത്. വൺസ് ഇത് ചൂടാകുമ്പോഴാണ് ഇതിന് പ്രശ്നം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ജങ്ക് ഫുഡിന്റെ അവസ്ഥ. എന്താ ജങ്ക് ഫുഡിലെ പ്രശ്നം വരുന്നത്? ഫ്രൈ ഐറ്റംസിലൊക്കെ, ഈ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഫ്രൈ ഐറ്റംസിന്റെ പ്രശ്നം എന്താ വരുന്നത്? പിന്നെ They are heating the oil many times repeatedly, അല്ലേ? ഒരേ എണ്ണയിൽ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നത്. ഈ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ക്യാൻസറിന്റെ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർ ഗംഗാധരൻ സാർ പറഞ്ഞ ഒരു കാര്യമാണ്, കോക്കനട്ട് ഓയിൽ പ്രോബ്ലം ഇല്ല. നമുക്ക് അതൊന്നും കറക്റ്റ് അറിയില്ല, റിസർച്ച് അതൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ പച്ച വെളിച്ചെണ്ണയായിട്ട് യൂസ് ചെയ്യുമ്പോൾ പ്രോബ്ലം ഇല്ല. ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച പ്രോബ്ലം ഇല്ല. വീണ്ടും വീണ്ടും ഫ്രൈ ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നതെന്നാണ് പറയുന്നത്. ആ ഒരു സ്പീച്ചിൽ കേട്ടൊരു ഇൻഫർമേഷൻ ആണേ. അപ്പൊ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് വരുന്നത് കോക്കനട്ട് ഓയിൽ, പാം ഓയിൽ, അങ്ങനെയുള്ളതിലൊക്കെയാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് വരുന്നത്. പിന്നെ ചെറിയൊരു എമൗണ്ടില് ചീസ്, ഐസ്ക്രീമിലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ബീഫ്, അങ്ങനെയുള്ളതിലൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് ഹെൽത്തിന് പ്രോബ്ലം ഉണ്ടാക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇപ്പോഴും അതിന്റെയൊക്കെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചീസ്, പിസ്സ, പിന്നെ മിൽക്ക്, ബട്ടർ, അങ്ങനെയുള്ള ചില ഡയറി ഡെസേർട്സ്, ഐസ്ക്രീം, അതിലെ മീറ്റ് പ്രോഡക്ട്സ്, സോസേജ് ആയിട്ട് ഉണ്ടാക്കി വെക്കില്ലേ അത്, ബീഫ്, പിന്നെ ബർഗേഴ്സ്, അതിലൊക്കെ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാം കഴിക്കാനൊക്കെ തന്നെ പേടിയാവും അല്ലെ. പിന്നെ ഫാസ്റ്റ് ഫുഡ് ഡിഷസിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. അതിന്റെയൊക്കെ റിസർച്ച് ഇപ്പൊ കൂടുതലായി നടക്കുകയാണ്. പക്ഷെ ഈ ഓയിൽ റിപ്പീറ്റഡ്ലി ഓവർ ഹീറ്റിംഗ് ചെയ്യുന്നത് വളരെ ഹാർംഫുൾ ആണ്, ഹെൽത്തിന് ഒത്തിരി പ്രോബ്ലം ആണ്. നമ്മളിപ്പോ ഗുഡ് ഫാറ്റ് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. പറയാറില്ലേ നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും എന്നൊക്കെ പറയില്ലേ. ഗുഡ് ഫാറ്റ്, കാരണം എന്റെ അമ്മയ്ക്ക് ഇപ്പോഴും അമ്മയ്ക്കൊരു 70 ഒക്കെ ആയിട്ടോ, നല്ല കൊളസ്ട്രോൾ നല്ലതുകൂടെ ഉണ്ട്. ഇപ്പോഴും അമ്മ ചെയ്യുന്നൊരു ശീലം, എവറി മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കിൽ ഒരു സ്പൂൺ നെയ്യ്, അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യാണേ, പശുവിൻ പാലിൽ തന്നെയുള്ള അങ്ങനെ നെയ്യ് കഴിക്കുന്നുണ്ട്. അപ്പം കൊളസ്ട്രോള് ചീത്ത കൊളസ്ട്രോൾ ഇല്ല, പക്ഷെ നല്ല കൊളസ്ട്രോൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എനിക്ക് നല്ല കൊളസ്ട്രോളും കുറവാണ്. അപ്പൊ അങ്ങനെ എനിക്ക് നെയ്യ് ആസച്ച് കൺസ്യൂം ചെയ്യാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനതൊന്നും ഫോളോ ചെയ്യാറില്ല. എന്റെ സ്മെല്ല് പിടിക്കില്ല. ബദാം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറയും. ബദാം ഇല്ലേ, അതാവുമ്പോ അതില് നല്ല കൊളസ്ട്രോൾ അത്. ഓക്കെ ഓക്കെ. കാന്താരിമുളക് നല്ലതാന്ന് പറയുന്നത് ആണോ? ഫാറ്റിനോ? കൊളസ്ട്രോൾ. ഓക്കെ ഓക്കെ. ശരി. അപ്പൊ നമ്മളെപ്പോഴും ഫാറ്റ്, അപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് കേൾക്കുമ്പോൾ സാച്ചുറേറ്റഡ് ആണ് നല്ലതെന്നൊരു ഫീൽ വരും. പക്ഷെ അത് നല്ല ഫാറ്റ് അല്ല. ഗുഡ് ഫാറ്റ് നമുക്ക് കിട്ടുന്നത് അൺസാച്ചുറേറ്റഡിലാണ്. പക്ഷെ നമ്മൾ മലയാളികൾ കൂടുതലും യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. പക്ഷെ അത് ഈ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ പ്രോബ്ലം ഇല്ല. പച്ച വെളിച്ചെണ്ണയായിട്ടും അല്ലെങ്കിൽ വൺ ടൈം, രണ്ടാമത് ഫ്രൈ ചെയ്യാൻ അത് എടുക്കാതിരിക്കുക.
മാം പിന്നെ തവിടെണ്ണയും ഉപയോഗിക്കാൻ പറ്റും. യെസ്, അതൊക്കെ കേട്ടു. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് തവിടെണ്ണയൊക്കെ. മാം ഫാക്ട് പറയാൻ വേണ്ടി ഇഞ്ചി വെള്ളം യൂസ് ചെയ്താൽ മതി രാവിലെ വെറും വയറ്റില്. കൊള്ളാം. കുറെ ഇൻഫർമേഷൻസ് ഒക്കെ നോട്ട് ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ ആഡ് ചെയ്യാം. കാരണം നമുക്ക് നെക്സ്റ്റ് കുറെ നമ്മളിത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ആക്ടിവിറ്റി ഇപ്പൊ ഞാൻ പറയുന്നതേ ഉള്ളൂ. ഞാൻ ഇപ്പൊ തരില്ല, കാരണം അത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് വരണം. നമ്മളുടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെഡിക്കൽ ഫീൽഡിലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ. ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, യുനാനി എന്നൊക്കെ പറഞ്ഞിട്ട് സിദ്ധ, വൈദ്യ, ഇതിനെ പറ്റി എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്ത് ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അതൊരു ആക്ടിവിറ്റിയാണ് നമുക്ക് ഇനി വരാൻ പോകുന്നത്. അതിലേക്ക് ആയിട്ടില്ല, ഞാനിപ്പോ ഇത് ഒന്ന് ഓർത്തപ്പോ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മള് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് പറഞ്ഞു, അതിൽ തന്നെ മോണോ, പോളി അൺസാച്ചുറേറ്റഡ് പറഞ്ഞു, പിന്നെ സാച്ചുറേറ്റഡ് പറഞ്ഞു. അത് ഹാർട്ടിനൊക്കെ ഇഷ്യൂ ആക്കുന്നതാണ് സാച്ചുറേറ്റഡ്. ദെൻ ട്രാൻസ് ഫാറ്റ്സ്. ട്രാൻസ് ഫാറ്റ് എന്ന് പറയും, അത് ഓൾറെഡി പറഞ്ഞിരുന്നു. ബൈ ഹീറ്റിംഗ് ലിക്വിഡ് വെജിറ്റബിൾസ്, വീണ്ടും 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 അതിനെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു. ഓയിലിനെ ചൂടാക്കുന്ന ആ ഒരു അങ്ങനെ വരുമ്പോഴാണ് ട്രാൻസ് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അത് വളരെ ഡേഞ്ചറസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങള് ഫാറ്റിനെ കുറിച്ച് വന്നു. ഇനി മിനറൽസിനെയും ഫാറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എനിത്തിങ് കളക്ട് ചെയ്ത് തുടങ്ങിയോ ഡീറ്റെയിൽസ്? ചെയ്യുന്നുള്ളൂ മാം. നോ പ്രോബ്ലം, നമുക്ക് ടൈമുണ്ട്. മിനറൽസിലെ കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സോഡിയം, അയഡിൻ, അയൺ, മാംഗനീസ്, സിങ്ക് ഒക്കെ പറയാം. സിങ്ക് ഒക്കെ നമ്മളുടെ ബ്യൂട്ടിയുമായിട്ട് റിലേറ്റഡ് ആട്ടോ. നമ്മുടെ പല ബ്യൂട്ടി പ്രോഡക്ട്സിലും സിങ്ക് കണ്ടന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഇതൊക്കെയാണ് നമുക്ക് വരുന്ന മിനറൽസ്. ഇനി ഓക്കെ, കാൽസ്യം ഒരു മിനറലാണെന്ന് നമുക്കറിയാം. നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ജസ്റ്റ് റീകളക്ട് ദ ഫങ്ഷൻസ് ഓഫ് കാൽസ്യം. കാൽസ്യം എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് നമ്മളുടെ ബോഡിയിൽ ചെയ്യുന്നത്? കാൽസ്യം കുറഞ്ഞാൽ എന്ത് പറ്റും? ബോൺസിനൊക്കെ സോ ബിൽഡിംഗ് എ സ്ട്രോങ് ആൻഡ് ഹെൽത്തി ബോൺസ് അല്ലെ കാൽസ്യത്തിന്റെ പണി. ബിൽഡിംഗ് എ സ്ട്രോങ് ആൻഡ് ഹെൽത്തി ബോൺസ്. യെസ്, ടീത്ത് യെസ്, നല്ല സ്ട്രോങ് ടീത്ത്. പല്ലിനും എല്ലിനും കാൽസ്യം വേണം അല്ലെ. അതുപോലെ തന്നെ നമ്മളുടെ ബോഡിയിൽ ഒരു മുറിവ് പറ്റി, ഈ മുറിവ് പറ്റി കാണാൻ ചില സമയത്ത് യെസ് കറക്റ്റ്, ബ്ലഡ് ക്ലോട്ട് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മൾ നേരത്തെ മിനറൽസിൽ നമ്മൾ പറഞ്ഞ നെർവ് ഫംഗ്ഷനും അതുപോലെ തന്നെ മസിൽ കോൺട്രാക്ഷനും അതിന് ഹെൽപ്പ് ചെയ്യുന്നത് കാൽസ്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മിനറൽസ് ജനറലി നമ്മൾ പറഞ്ഞു. പിന്നെ ക്ലോറൈഡിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ബോഡിയുടെ ബ്ലഡ് പ്രഷർ, ബ്ലഡ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യന് എത്ര ബ്ലഡ് വേണം അത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് ക്ലോറൈഡ് ആണ്. സർ കുഴപ്പമില്ല, കാരണം വെച്ചാൽ അത് അഡീഷണലി പറയുന്ന കാര്യമാണ്. നിങ്ങളുടെ നോട്ട് സെക്കൻഡ് പേജ് തന്നെ വെച്ചാൽ മതി. എക്സ്ട്രാ കാര്യങ്ങൾ പറയുവാണേ. നെക്സ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ pH ബാലൻസ്, അതായത് ആസിഡ് ബേസ് ബാലൻസ്, അതൊക്കെ ബാലൻസ് ചെയ്ത് വെക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് ക്ലോറൈഡ് ആണ്. ബ്ലഡ് വോളിയം, ബ്ലഡ് പ്രഷർ, pH ഓഫ് ദി ബോഡി ഫ്ലൂയിഡ്സിലെ ആസിഡ് ബേസ് അത് ബാലൻസ് ചെയ്യുന്നത്. നമ്മൾ കാൽസ്യം പറഞ്ഞു, ക്ലോറൈഡ് പറഞ്ഞു. നെക്സ്റ്റ് കോപ്പർ എന്താ ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡിലെ റെഡ് ബ്ലഡ് സെൽസും ഉണ്ട്, RBC, അതുപോലെ WBC ഉണ്ട് അല്ലെ, വൈറ്റ് ബ്ലഡ് സെൽസ്. ഈ റെഡ് ബ്ലഡ് സെൽസ് RBCയുടെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നത് കോപ്പറാണ്. അതുപോലെ നെർവസ് സിസ്റ്റത്തിന്റെ ഫങ്ഷനിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കോപ്പർ. നമ്മുടെ തേർഡ് മിനറൽ ആയ കോപ്പർ ഫോർമേഷൻ ഓഫ് RBC അതിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ നെർവസ് സിസ്റ്റത്തിന്റെ ഫങ്ഷനിങ് പ്രോപ്പറായി നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു.
നെക്സ്റ്റ് വളരെ ക്രൂഷ്യൽ എന്ന് തന്നെ പറയാം. ഈവൻ ലേഡീസ് വളരെയധികം ബുദ്ധിമുട്ടുന്ന തൈറോയ്ഡ് ഇഷ്യൂ വരുന്നത് ഏത് മിനറലിന്റെ? അയഡിൻ. യെസ്. നമുക്കിപ്പോ കിട്ടുന്ന പല ഉപ്പുകളും അയഡിൻ നല്ലതാണ്, അയഡിൻ ശരിക്കും ഇല്ല, അതുകൊണ്ട് സംഭവിക്കുന്നതാണെന്നാണ് പറയുന്നത്. പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ കല്ലുപ്പ് കൂടുതലായിട്ട് യൂസ് ചെയ്തവരല്ലേ, അവരിൽ ഈ പ്രോബ്ലം അധികം പറഞ്ഞു കേട്ടിട്ടില്ല. നല്ല ഉപ്പാന്നും പറഞ്ഞിട്ട് ഒരു 100 രൂപയുടെ മുകളിലുള്ള 1 kg ഒരു ഉപ്പൊക്കെ ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തതാ. ഇത് തൈറോയിഡാന്ന് അറിയണതിന് മുമ്പട്ടോ വലിയ ഗുണമൊന്നും ഉണ്ടാക്കില്ലല്ലോ. സോ തൈറോയിഡ് അയഡിൻ പ്രൊമോട്ട്സ് എ നോർമൽ ഫങ്ഷനിങ് ഓഫ് ബട്ടർഫ്ലൈ ഗ്ലാൻഡ്. ബട്ടർഫ്ലൈ ഷേപ്പ് ആണ് തൈറോയ്ഡ് ഗ്ലാൻഡിന്. അത് ബട്ടർഫ്ലൈ ഗ്ലാൻഡ് എന്ന് പറയും, തൈറോയ്ഡ് ഗ്ലാൻഡ്. ഇതുപോലെ ബ്രെയിനിന്റെ ഫങ്ഷൻസ് പ്രോപ്പർ ആകാൻ ഹെൽപ്പ് ചെയ്യുന്നത് അയഡിനാണ്. അതുകൊണ്ടല്ലേ ചെറുപ്പത്തില് കുട്ടികളിൽ അയഡിൻ കുറവ് കണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അത് ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം അവർക്ക് ബ്രെയിൻ ഡെവലപ്പ് ആവുന്ന ഒരു സ്റ്റേജ് ആണ്. ആ സമയത്ത് അയഡിൻ കുറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പർ ഫങ്ഷനിങ് ചെയ്യില്ല. പിന്നെ നമ്മുടെ സെൽസ്, ബോഡിയിലെ പല സെൽസിന്റെയും ഗ്രോത്തും ഡെവലപ്മെന്റും പ്രൊമോട്ട് ചെയ്യുന്നത് അയഡിനാണ്. അയഡിൻ നോർമൽ ഫങ്ഷനിങ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്, ഫങ്ഷനിങ് ഓഫ് ബ്രെയിൻ ഫങ്ഷൻസ് ഹെൽപ്പ് ചെയ്യുന്നു. പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ബ്രെയിൻ ഫങ്ഷൻസ് പ്രൊമോട്ട്സ് ദ നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെൽസ്. ഓക്കെ, നമ്മളുടെ ബോഡിയിൽ നമുക്കറിയാം നമ്മുടെ ബോഡിയുടെ ഓൾ പാർട്സിലേക്ക് ഓക്സിജൻ ആവശ്യമാണ് അല്ലെ. നമുക്ക് ഓക്സിജൻ വേണം, ലൈഫ് അല്ലെങ്കിൽ നിന്ന് പോകും ഓക്സിജൻ ഇല്ലാതെ. അപ്പൊ നമ്മുടെ ബോഡിയുടെ ഓൾ പാർട്സിലേക്ക് ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആളാണ് അയൺ. പിന്നെ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡ് എനർജി ഫോമിൽ പലയിടത്തായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്ന എനർജിയെ ആവശ്യമുള്ളപ്പോൾ റിലീസ് ചെയ്യണം അല്ലെ. അപ്പൊ ഇങ്ങനെ അയൺ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് എന്താ പറയാ, ബോഡിയുടെ പല പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു, അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. അതാണ് അയണിന്റെ ഡ്യൂട്ടി. ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു ടു ഓൾ ഓവർ ദ ബോഡി, then produces and store energy for further metabolism. നമ്മുടെ ബോഡിയുടെ പല ഫങ്ഷൻസിന് വേണ്ടിയിട്ട് എനർജീനെ പ്രൊഡ്യൂസ് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും. നെക്സ്റ്റ് മഗ്നീഷ്യം. അപ്പൊ നമ്മളിപ്പോ എന്തെല്ലാം പറഞ്ഞു? കാൽസ്യം, ക്ലോറിൻ, കാൽസ്യം, ക്ലോറൈഡ്, കോപ്പർ, തൈറോയിഡ്, അയോൺ. അയൺ. ഓക്കെ, കാൽസ്യം, കോപ്പർ, കാൽസ്യം, ക്ലോറൈഡ്, കോപ്പർ, അയഡിൻ, അയൺ. ഇത്രയും കഴിഞ്ഞു അല്ലെ. അത് കാൽസ്യത്തിന്റെ പോയിന്റ്സ് ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് പറയാൻ പറ്റും? എല്ലിനും പല്ലിനും നല്ലത്. പിന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങിന്, നെർവസ് ഫങ്ഷന്, പിന്നെ മസിൽസ് കൺട്രാക്ഷനൊക്കെ ഉപയോഗിക്കും. ക്ലോറൈഡോ? നെക്സ്റ്റ് ആരെങ്കിലും? pH ബാലൻസ് ചെയ്യും, ബ്ലഡിന്റെ വോളിയം, പിന്നെ ബ്ലഡ് പ്രഷറും, പിന്നെ ബോഡിയുടെ ബ്ലഡിന്റെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് കോപ്പർ. RBC ഫോർമേഷന് ഹെൽപ്പ് ചെയ്യാനാണ് കോപ്പർ. പിന്നെ പ്രോപ്പർ നെർവസ് ഫങ്ഷൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കോപ്പർ. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. നെക്സ്റ്റ് അയഡിൻ. കുട്ടികളുടെ ഫങ്ഷൻ പ്രോപ്പർ ആവാൻ നോർമൽ ഫങ്ഷനിങ് ഓഫ് തൈറോയിഡ്. നെക്സ്റ്റ് ബ്രെയിൻ ഫങ്ഷൻ ആരെങ്കിലും പറഞ്ഞോ? ബ്രെയിൻ ഫങ്ഷൻ പ്രോപ്പർ ആവാൻ വേണ്ടിയും തൈറോയിഡ് ഫങ്ഷൻ നോർമൽ ആവാൻ. നെക്സ്റ്റ് അയൺ. Oxygen transporter produce energy for further metabolism. നെക്സ്റ്റ് മഗ്നീഷ്യം. ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. മഗ്നീഷ്യം നമ്മുടെ ബോഡിയിൽ ബോൺസ് ഉണ്ടല്ലേ, ആ ബോൺസ് കറക്റ്റ് ഹെൽത്തി ആകാതെ സ്ട്രക്ചറിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ രൂപത്തിന് തന്നെ വ്യത്യാസം വരും അല്ലെ. സോ പ്രൊവൈഡ് സ്ട്രക്ചർ ഫോർ ഹെൽത്തി ബോൺസ്. അതാണ് മഗ്നീഷ്യത്തിന്റെ ഡ്യൂട്ടി. പ്രൊവൈഡ്സ് സ്ട്രക്ചർ ഫോർ ഹെൽത്തി ബോൺസ്.
അതുപോലെ തന്നെ അയൺ ചെയ്യുന്ന പോലെ തന്നെ പ്രൊഡ്യൂസസ് എനർജി ഫ്രം ദി ഫുഡ് മോളിക്യൂൾസ്. നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ഫുഡ് മോളിക്യൂൾസിൽ നിന്ന് എനർജിയെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കും. അതൊക്കെ ആ ഡ്യൂട്ടിയൊക്കെ ചെയ്യാനായിട്ട് ഇതുപോലെ ഗാർഡ്സ് ഇല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഭക്ഷണം കഴിക്കുന്നു, അത് പോകുന്നു, അതെല്ലാം ഉണ്ടാവും. അപ്പൊ ഇതിനെല്ലാം അതിൽ നിന്ന് മാക്സിമം എനർജി ആക്സെപ്റ്റ് ചെയ്ത് അയൺ അത് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് മഗ്നീഷ്യം ഫുഡ് മോളിക്യൂൾസിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. സെയിം പലതിന്റെയും പോലെ തന്നെ മസിൽ കോൺട്രാക്ഷനും നെർവസ് സിസ്റ്റവും മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിന്റെ പ്രോപ്പർ ഫങ്ഷനിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ ഇതൊന്നും പ്രോപ്പർ അല്ലെങ്കിൽ നമ്മളുടെ തോട്ട്സ്, നമ്മളുടെ മൂവ്മെന്റ്സ് എല്ലാം വളരെ വിചിത്രമായി പോകും. അപ്പൊ ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡ്യൂട്ടി മിനറൽസിലെ പല മിനറൽസിനും ഉണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഹെൽത്തി ബോൺസിന് സ്ട്രക്ചർ അത് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഫുഡ് മോളിക്യൂൾസിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് മസിൽ കോൺട്രാക്ഷൻ ആൻഡ് നെർവസ് സിസ്റ്റം. നെക്സ്റ്റ് മാംഗനീസ്. മാംഗനീസ് നമ്മൾ കുറെ വാട്ടർ ഇൻടേക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ കുറെ ഭാഗത്തും വാട്ടർ ആണ്, വാട്ടർ കണ്ടന്റ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. അല്ലെങ്കിൽ എന്താ, നമ്മളെപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം, വെള്ളം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കും, നമ്മൾ വീക്ക് ആവും, ചിലപ്പോൾ തലകറങ്ങി ബോധമില്ലാതെ പോവാനൊക്കെ ചാൻസ് ഉള്ളതാണ് ഡീഹൈഡ്രേഷൻ. ചിലപ്പോൾ മരിച്ചു പോവാം, അങ്ങനെ ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് മാംഗനീസ്. മാംഗനീസിന്റെ ഡ്യൂട്ടി മെയിൻറ്റെയിൻ വാട്ടർ ബാലൻസ്. അതുപോലെ തന്നെ നെർവിന്റെ ട്രാൻസ്മിഷൻസ്, നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ കൺട്രോൾ ചെയ്യും. മാംഗനീസിന്റെ കുറവുണ്ടെങ്കിൽ നമ്മളുടെ ന്യൂറോ ആ ട്രാൻസ്മിഷൻ ശരിയായ രീതിയിൽ നടക്കില്ല. എനിക്കിപ്പൊ വെള്ളം കുടിക്കണം, അതിന് എന്നെ തോന്നിക്കുന്നത് എന്റെ ഈ നെർവിലൂടെയുള്ള ആ മെസ്സേജ് ട്രാൻസ്മിഷനാണ്, ഞാൻ പോയി വെള്ളം കുടിക്കും. അല്ലെങ്കിൽ എനിക്കറിയാം 8 to 9 ഞാൻ ക്ലാസ്സിലാണ്, ഞാൻ കുട്ടികളുടെ കൂടെ ക്ലാസ്സിലാണ്, ആ 8 മണിക്ക് ഞാൻ റെഡി ആവണമെന്നുള്ള ഒരു മെസ്സേജ് എനിക്ക് കിട്ടുന്നത് ഈ നെർവസ് സിസ്റ്റത്തിന്റെ ട്രാൻസ്മിഷൻ വഴിയാണ്. അതെല്ലാം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓർമ്മ, നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ എല്ലാം ആകെ താറുമാറാകും അല്ലെ. മാംഗനീസ് ആയിരുന്നു അത്. മാംഗനീസ് പറഞ്ഞത് വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, നെർവസ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ അത് കൺട്രോൾ ചെയ്യുന്നു. നെക്സ്റ്റ് സോഡിയം. ബ്ലഡ് വോളിയം മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, പിന്നെ ബോഡിയിലെ ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു സോഡിയം. ബ്ലഡ് പ്രഷർ, ബ്ലഡ് വോളിയം, ബോഡിയിൽ അല്ലാതെ ബ്ലഡ് അല്ലാതെ വേറെ കുറെ ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്, അതെല്ലാം ബാലൻസ് ചെയ്തത് സോഡിയമാണ്. സോഡിയം കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മുടെ വീട്ടിലെ കുറച്ച് പ്രായമായവരൊക്കെ ഹോസ്പിറ്റലൈസ് ആവുന്ന നമ്മൾ കേൾക്കാറുണ്ട്. ഓക്കെ, സോഡിയം അത്. അപ്പൊ നമ്മള് അയൺ വരെ ആദ്യം പറഞ്ഞു, പിന്നെ പറഞ്ഞത് മാംഗനീസ്, മഗ്നീഷ്യം, മാംഗനീസ്, സോഡിയം അല്ലെ. നെക്സ്റ്റ് സൾഫർ. നമ്മൾ പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ടുള്ള കുറെ ഫുഡ് ഇൻടേക്ക് ചെയ്യും അല്ലെ. ഈ പ്രോട്ടീൻ കണ്ടന്റ് ആയ ഫുഡ് വരുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് അതിൽ നിന്ന് ആവശ്യമുള്ള പ്രോട്ടീൻ അതിനെ എടുക്കുന്നത് ഒരു ആ ഒരു ഡ്യൂട്ടി സൾഫറിനുണ്ട്. പ്രോട്ടീൻ സിന്തസിസ്, ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. സൾഫറിന്റെ ഒരു ഡ്യൂട്ടിയാണ് പ്രോട്ടീൻ സിന്തസിസ്. പ്രൊട്ടക്ട് അവർ സെൽസ് ഫ്രം ഡാമേജ്. നമ്മുടെ ബോഡി കുറെ സെൽസ് ചേർന്നതാണ് നമ്മുടെ ബോഡി, ആ സെൽസിന് ഡാമേജ് സംഭവിക്കാതെ പ്രൊട്ടക്ട് ചെയ്യുന്നത് സൾഫറാണ്. പിന്നെ പ്രായമാകുമ്പോൾ സൾഫർ കുറഞ്ഞു വരും. നമുക്കറിയാം നമ്മളുടെ സ്കിന്നൊക്കെ ഇങ്ങനെ വലിഞ്ഞു തൂങ്ങി ലൂസനിങ് ആകും. പിന്നെ ചിലരുടെ എന്നൊക്കെ സ്കിന്നൊക്കെ ഇങ്ങനെ എന്താ പറയാ പൊളിഞ്ഞു പോകും അല്ലെ. അതൊക്കെ സൾഫറിന്റെ കുറവ് കൊണ്ട് സംഭവിക്കുന്ന. അപ്പൊ അങ്ങനെ സംഭവിക്കാതെ ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് ലൂസനിങ് ആൻഡ് ഷെഡിങ് ഓഫ് സ്കിൻ. ഷെഡിങ് എന്ന് പറഞ്ഞാൽ സ്കിൻ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നു, അത് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ അതിൽ നിന്നും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് സൾഫറാണ്. നമ്മുടെ സ്കിന്നുമായിട്ട് റിലേറ്റഡ് ആണ് സൾഫറിന്റെ ഡ്യൂട്ടീസ്. പ്രോട്ടീൻ സിന്തസിസ് ചെയ്യും, പിന്നെ സെൽസിനെ ഡാമേജിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും, ലൂസനിങ് ആൻഡ് ഷെഡിങ് ഓഫ് സ്കിൻ അത് പ്രിവെന്റ് ചെയ്യുന്നത് സൾഫറാണ്. ഇതുവരെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ അയൺ വരെയല്ലേ ആദ്യം പറഞ്ഞത്. മഗ്നീഷ്യത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരുന്നു? Provide structure for healthy bones. excess energy from blood molecules, food molecules, muscle contraction, nervous system,
Manganese. Maintain water balance, balance, control nerve impulse, and Blood pressure balance. Next, sodium. maintain blood volume, maintain blood sugar, body fluids maintain. Sulfur. Involved in protein synthesis, protect ourselves damage, Protect ourselves from damage. Protects from loosening and loosening and shredding shedding of of skin. skin. Yes, very good. Next, phosphorus ആണ്. Phosphorus ബോഡിയിലെ എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയെ യൂസ് ചെയ്യാനായിട്ട് ബോഡിയെ പ്രിപ്പയർ ചെയ്യുന്നു. എനർജി സ്റ്റോറും ചെയ്യിക്കും, അതുപോലെ തന്നെ അത് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാനായിട്ട് ബോഡിയെ പ്രിപ്പയർ ചെയ്യിക്കുന്നത് ഫോസ്ഫറസ് ആണ്. പിന്നെ കാൽസ്യത്തിന്റെ ഡ്യൂട്ടി നമ്മൾ പറഞ്ഞു, സ്ട്രോങ് ഹെൽത്തി ബോൺസ് ആൻഡ് ടീത്ത്. ഫോസ്ഫറസിന്റെ ഹെൽപ്പ് കൂടെ അവിടെ കാൽസ്യത്തിനുണ്ട്. കാൽസ്യം ഒറ്റയ്ക്കല്ല അത് ചെയ്യുന്നത്, കാൽസ്യവുമായിട്ട് വർക്ക് ചെയ്ത് ഇൻ ദ ഫോർമേഷൻ ഓഫ് സ്ട്രോങ് ഹെൽത്തി ബോൺസ് ആൻഡ് ടീത്ത്. ഓക്കെ, അതാണ് ഫോസ്ഫറസിന്റെ ജോലി. ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജിയെ യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഫോസ്ഫറസ്. അതുകൂടാതെ വർക്ക്സ് വിത്ത് കാൽസ്യം ഇൻ ദ ഫോർമേഷൻ ഓഫ് സ്ട്രോങ് ഹെൽത്തി ബോൺസ് ആൻഡ് ടീത്ത്. നെക്സ്റ്റ്, പൊട്ടാസ്യം. ഒന്നുകൂടി പറയാമോ? Yes, sure. Phosphorus helps the body to store and use energy. എനർജി സ്റ്റോർ ചെയ്യാനും അത് ആവശ്യമുള്ളപ്പോൾ കറക്റ്റ് ടൈമിൽ യൂസ് ചെയ്യാനും ഫോസ്ഫറസ് വേണം. നെക്സ്റ്റ്, വർക്ക്സ് വിത്ത് കാൽസ്യം ഇൻ ദ ഫോർമേഷൻ ഓഫ് സ്ട്രോങ് ഹെൽത്തി ബോൺസ് ആൻഡ് ടീത്ത്. Okay, ma'am. നെക്സ്റ്റ്, പൊട്ടാസ്യം. ആസ് യൂഷ്വൽ മിക്ക മിനറൽസിന്റെ ഡ്യൂട്ടി പോലെ തന്നെ നെർവ് ഫങ്ഷൻസും മസിൽ കോൺട്രാക്ഷൻസും കൺട്രോൾ ചെയ്യുന്നു. നെർവ് ഫങ്ഷൻ, മസിൽ കോൺട്രാക്ഷൻ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ നമ്മുടെ ബോഡിയിൽ കുറെ ബോഡിയിലെ ഫ്ലൂയിഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അത് ബാലൻസ് ചെയ്യുന്നത്, അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, മെയിൻറ്റെയിനിങ് ഫ്ലൂയിഡ് ബാലൻസ് ഇൻ ദ ബോഡി. പിന്നെ നെർവ് സിസ്റ്റവും അതുപോലെ തന്നെ മസിൽ കൺട്രാക്ഷനും കൺട്രോൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന്റെ പ്രോപ്പർ ഫങ്ഷനിങ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. മെയിൻറ്റെയിൻസ് പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് മസിൽ ആൻഡ് നെർവ് സിസ്റ്റം. അത് പ്രോപ്പർ ഫങ്ഷനിങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും, അത് കൺട്രോൾ ചെയ്യുകയും ചെയ്യും. ഇതിന്റെ ഇത് കറക്റ്റ് അല്ലെങ്കിൽ കണ്ടിട്ടില്ലേ ചില, എനിക്ക് തോന്നുന്നു ചില കുട്ടികളുടെ കേസ് പോയല്ലോ, ഞാൻ ഒന്ന് റീജോയിൻ ചെയ്യാട്ടോ. ക്യാമറയ്ക്ക് എന്തോ ഇഷ്യൂ, അല്ലെങ്കിൽ ലാപ്പിലെ ക്യാമറ എടുക്കാം, ഇത്തിരി ക്ലിയർ അല്ലാന്നേ ഉള്ളൂ. ഓക്കെ, മാം ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയാമോ? പറയാം. പൊട്ടാസ്യം ആയിരുന്നോ? പൊട്ടാസ്യത്തിന്റെ കാര്യമായിരുന്നു. മെയിൻറ്റെയിൻ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് മസിൽ ആൻഡ് നെർവസ് സിസ്റ്റം. അതായത് പൊട്ടാസ്യം മസിൽ ആൻഡ് നെർവസ് സിസ്റ്റത്തിന്റെ കൺട്രോളും ചെയ്യുന്നുണ്ട്, അതിന്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നത് പൊട്ടാസ്യമാണ്. സംടൈംസ് നമ്മൾ കണ്ടിട്ടില്ലേ ചില ആൾക്കാരുടെ മൂവ്മെന്റ്സ്, അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിയുമ്പോൾ ഈ പൊട്ടാസ്യത്തിന്റെ ഡെഫിഷ്യൻസി എന്തെങ്കിലും ആയി കഴിയുമ്പോഴേക്കും അവരുടെ മൂവ്മെന്റ് അവർ വിചാരിക്കാത്ത രീതിയിലായിരിക്കും കൈയും കാലും പോകുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം ചിലപ്പോൾ. നെക്സ്റ്റ്, സിങ്ക്. നമ്മളുടെ ഈ ഇഞ്ചുറീസ്, വൂൺസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിനിൽ സിങ്ക് കണ്ടന്റ് ഉണ്ടാവും, കാരണം അത് ഹീലിങ്ങിന് സഹായിക്കും. ഹെൽപ്സ് ഇൻ വൂണ്ട് ഹീലിംഗ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഫോർമേഷൻ ഓഫ് സ്ട്രോങ് ബോൺസ്, നല്ല ബോൺസ് ഫോർമേറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. സിങ്ക് കണ്ടന്റിന് ഫുഡ് കഴിക്കുക, അങ്ങനെ പറയുമല്ലോ. പിന്നെ ഈ കുട്ടികൾക്ക് ഈ ഡ്രിങ്ക്സ് കൊടുക്കില്ല, ലൈക്ക് ഹോർലിക്സ്, അങ്ങനെയൊക്കെ ബൂസ്റ്റ്, അതിലൊക്കെ സിങ്ക് കണ്ടന്റ് ഉണ്ടായിരിക്കും. സ്ട്രോങ് ബോൺസ് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സ്ട്രോങ് ബോൺസ്. പിന്നെ നമ്മുടെ സെൻസ് ഓർഗൻസ് ഇല്ലേ, സെൻസറി ഓർഗൻസ്, നമ്മുടെ വിഷൻ, ടച്ച്, നമ്മുടെ ഫീല് വരുന്നത്, പിന്നെ ഹിയർ,
ടേസ്റ്റ് അങ്ങനെയൊക്കെ വരുന്ന നമ്മുടെ സെൻസറി ഓർഗൻസിന്റെ ഫങ്ഷനിങ് അതിനെ കൺട്രോൾ ചെയ്യുന്നു. നെർവസ് സിസ്റ്റത്തില് സെൻസ് ഓർഗൻസിനെ കൺട്രോൾ ചെയ്യുന്നത് സിങ്ക് ആണ്. പിന്നെ നമ്മുടെ ബോഡിയിൽ നിറയെ സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ സെല്ലിന്റെ പ്രോസസ്, അതായത് ചിലപ്പോ ചില ബ്രെയിനിലെ സെൽസ് അല്ല, അതല്ലാതെ ബോഡിയിലെ ചില സെൽസ് നശിച്ചു പോയി കഴിഞ്ഞാൽ അതിന്റെ റീപ്രൊഡക്ഷന് സിങ്ക് ഹെൽപ്പ് ചെയ്യും. സെല്ലിന്റെ റീപ്രൊഡക്ഷന് സിങ്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ സിങ്ക് വൂണ്ട് ഹീലിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇമ്മ്യൂൺ സിസ്റ്റം സപ്പോർട്ട് ചെയ്യും. ഞാൻ ഒന്ന് ലീവ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ വെബ്ക്യാം വർക്ക് ചെയ്യായിരിക്കും. വെബ്ക്യാം ഞാൻ ലാപ്പിലെ ക്യാമ ക്ലിയർ കുറയ്ക്കും. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. സ്ട്രോങ് ബോൺസ് ഫോർമേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ സെൻസ് ഓർഗൻസിന്റെ ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യുന്നു. സെൽ റീപ്രൊഡക്ഷൻ ആ പ്രോസസ് ചെയ്യുന്നു. അതൊരു എസെൻഷ്യൽ അത്യാവശ്യം ഒരു പ്രോസസ്. അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഒരു സെല്ല് ഡാമേജ് ആയി കഴിഞ്ഞാൽ അതങ്ങ് പോകും. പുതിയത് വരാൻ അതിന്റെ റീപ്രൊഡക്ഷൻ അതിന് സിങ്ക് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞത്. നമ്മൾ സൾഫർ വരെയാണോ ആദ്യം റിപ്പീറ്റ് ചെയ്തത്? ഫോസ്ഫറസ് പറഞ്ഞോ? ഓക്കെ, ഫോസ്ഫറസിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരുന്നു? Body storage energy to used store and use in the energy. formation of strong healthy bones and teeth. പൊട്ടാസ്യം Control nerve function and muscle contraction. Maintain fluid balance in the body. Maintain proper function of muscle and nervous system. then zinc To help in wound healing. Help in healing. Help support of Formation of immune strong system. bones. Strong Protection bone and controlling body system. The sensory reproduction organs help you function. ബോഡി സെൽസ് ഡാമേജ് ആയ റീപ്രൊഡക്ഷൻ ചെയ്യാൻ. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കുന്നത് ശ്രദ്ധിക്കണം അല്ലെ? ഇനി ഇതിന്റെ സോഴ്സസ്, നമുക്ക് ഈ പറഞ്ഞ മിനറൽസ് എല്ലാം എവിടെ നിന്ന് കിട്ടും? നമ്മുടെ ബോഡിയിൽ ചെറിയ അളവിലുണ്ട്, ചിലതെല്ലാം. പക്ഷെ നമ്മൾ അഡീഷണൽ ഫുഡ് സപ്ലിമെന്റ്സ് ത്രൂ ഫുഡ് ആണ് നമുക്ക് ഇതെല്ലാം കിട്ടുന്നത്. കാൽസ്യം, ആൽമണ്ട്സ്, ക്യാരറ്റ്സ്, മിൽക്ക്, ബ്രോക്കലി, ക്യാൻഡ് ഫിഷ്. ക്യാൻഡ് അടച്ച ഫിഷ് അല്ലേ, ടൂണ ഫിഷ് കൂടുതലായിട്ടും ക്യാൻഡ് ഫിഷ് ആയിട്ട് കിട്ടും. പിന്നെ പപ്പായ, ഗാർലിക് ആൻഡ് കാഷ്യൂ. ഇതെല്ലാം കാൽസ്യം കണ്ടന്റ് നിറയുണ്ട്. യെസ്, മാം ഒരു വട്ടം കൂടെ പറയോ? ആൽമണ്ട്സ്, ക്യാരറ്റ്സ്, മിൽക്ക്, ബ്രോക്കലി, canned fish, CANNED, canned fish, papaya, garlic and cashew. നമുക്ക് ഡയറക്ട്ലി കുട്ടികളുടെ അടുത്ത് പറയാൻ പറ്റില്ല നിങ്ങൾ കാൽസ്യം അടങ്ങുന്ന ഫുഡ് കഴിക്കുമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ടീത്തും നല്ല ഭംഗിയുള്ള ടീത്തും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോൺസും വേണമെങ്കിൽ ക്യാരറ്റ്സ് കഴിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ചാർട്ടോ ഇത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിരിക്കും. ഇതിന്റെ പിക്ചർ കിട്ടുവാണെങ്കിൽ ഇതും നല്ലതായിരിക്കും കേട്ടോ. ഇപ്പം ക്യാരറ്റ് ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. മിക്കവാറും നമ്മുടെ വീട്ടിൽ തന്നെ കുട്ടികളുടെ സയൻസിന്റെ ടെക്സ്റ്റ് ഉണ്ടാവും ഉപയോഗം കഴിഞ്ഞതിലേ. നെക്സ്റ്റ് ക്ലോറൈഡ്. ക്ലോറൈഡിന്റെ സോഴ്സസ് ടേബിൾ സോൾട്ട്, സോയാ സോസ്, ലിവർ, പിന്നെ അൺപ്രോസസ്ഡ് മീറ്റ്, മിൽക്ക് ആൻഡ് പീനട്സ്. പ്രോസസ് ചെയ്ത് വളരെ കാലം ഇങ്ങനെ സൂക്ഷിച്ച് അങ്ങനെയൊക്കെ ഉള്ള മീറ്റില്ലേ, അതെല്ലാം ജസ്റ്റ് നമ്മൾ റെഡി ആയിട്ട് അങ്ങനെ തന്നെ അപ്പൊ തന്നെ വാങ്ങിക്കുന്നത്, അല്ലാണ്ട് അതിങ്ങനെ ഫ്രീസ് ചെയ്ത് അങ്ങനെ പ്രോസസ് ചെയ്തതല്ല. അൺപ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ്. യെസ് ഷുവർ. ടേബിൾ സോൾട്ട്, സോയാ സോസ്, ലിവർ, unprocessed meat, milk and peanuts. വെജിറ്റേറിയൻസ് അതിനനുസരിച്ച് അത് ഇൻടേക്ക് ചെയ്യണം. ഈ എപ്പോഴും ഈ മീറ്റ് അങ്ങനെയുള്ള എഗ് അതൊന്നും കഴിക്കാത്തവർക്ക് എപ്പോഴും ഒരു പകരം എന്ന് പറഞ്ഞ രീതിയിൽ പറയുന്നതാണ് സോയാബീന്റെ പ്രോഡക്ട്സ്. സോയാബീൻ മിൽക്ക്, അല്ലാത്ത മിൽക്ക് ഇഷ്ടമില്ലാത്തവർക്ക് സോയാബീൻ. ചൈനക്കാരൊക്കെ ഇങ്ങനെ അവർക്കൊരു ഡ്രിങ്ക് വേണമെന്ന് തോന്നുമ്പോൾ അവരിത് വാങ്ങിച്ച് നടക്കുന്ന വഴി ഇതൊക്കെ അവരെ കുടിച്ചുകൊണ്ട് നടക്കുക. കാരണം അവരുടെ സ്കിൻ ഭയങ്കര യൂത്ത് ആയിട്ട് അവർ ഇരിക്കുന്നതിന് കാരണം അവരുടെ യുവത്വം എന്നായിട്ട് അവരെപ്പോഴും ഇരിക്കുന്നു.
നെക്സ്റ്റ് കോപ്പർ. പറയുന്നത് എന്തോ ഫസ്റ്റ് പറഞ്ഞില്ലേ? ഫസ്റ്റ് കാൽസ്യം ആണോ? അല്ലല്ല, അതിലെ ക്ലോറൈഡ് തന്നെ ഫസ്റ്റ് അതിന്റെ ഒരു ഇത് പറഞ്ഞില്ലേ? ഏത് സ്ഥലത്ത്? ക്ലോറൈഡിന്റെ ഫസ്റ്റ് പറഞ്ഞത് ടേബിൾ സോൾട്ട് ആണോ? അതെ അതെ, അത് പറയുമ്പോൾ നമ്മൾ നമ്മൾ ചോറിലൊക്കെ ഇട്ടിട്ട് വെറുതെ കഴിക്കാതാണോ? എനിക്ക് എന്താണ് മനസ്സിലായില്ല. ക്ലിയർ ആയില്ല. ഏത് സാൾട്ട് പറഞ്ഞത്? ആ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സോൾട്ട് തന്നെ അത് നല്ല ഇത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചെയ്യാതെ നമുക്ക് പ്യുവർ ഫോമിൽ സോൾട്ട് കിട്ടുന്നതാണ്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മളുടെ ഡൈനിങ് ടേബിളിൽ ഇത് വെച്ചിട്ടുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ഉപ്പുകല്ലിട്ട് വെള്ളമായിരിക്കും വെച്ചിരിക്കുക. ഇപ്പൊ പല പ്രോസസ്സിങ് നടന്നാണ് ഈ അയഡിൻ കണ്ടന്റ് ഇതിൽ നിന്ന് പോവുക. നമ്മൾ സോൾട്ട് എടുത്ത് ടേബിളിൽ വെക്കില്ല, അതാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ നമ്മൾ നല്ല രീതിയിൽ പ്രോസസ് ചെയ്യുന്ന സോൾട്ട്. അത് കല്ലുപ്പാണോ? കല്ലുപ്പല്ല, അല്ലാതെ തന്നെ നമ്മൾ എഡിബിൾ ആയിട്ടുള്ള കല്ലുപ്പ് തന്നെയല്ല, അത് പൗഡർ ഫോമിലാകുന്നതും. ഇപ്പൊ അയഡിൻ കണ്ടന്റ് വളരെ കുറവായിട്ടാണ് പല സോൾട്ടിലും. അത് അതിന്റെ പ്രോസസ്സിംഗ് മെത്തേഡിലെ പ്രശ്നം കാരണമാണ്. അത് നല്ല രീതിയിൽ പ്രോസസ് ചെയ്ത സോൾട്ട് ഇത് കണ്ടന്റ് അയഡിൻ കണ്ടന്റ്. പിന്നെ അതുപോലെ മാം, ഈ ലിവറൊക്കെ കഴിക്കാൻ പാടില്ല പറയില്ലേ? നമ്മൾ ചിക്കന്റെ ലിവറൊക്കെ കഴിക്കുമ്പോ അത് കൂടുതൽ പിന്നെ മരുന്നുകൾ ചേർത്ത് ചിക്കൻ ആണല്ലോ കഴിക്കുന്നതിന്റെ ഇതല്ലേ? അപ്പൊ അതുകൊണ്ട് അത് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ട് എന്ന് അങ്ങനെ പറയാറുണ്ട്. അതാ ചോദിച്ചത്. അതായത് ഈ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പം ആ ചിക്കൻ, ആ ഒരു കോഴിക്ക് എന്തെങ്കിലും അസുഖമുള്ളത്, അല്ലെങ്കിൽ കോഴി എന്തെങ്കിലും മീറ്റ് വരുന്ന എന്തിന്റെയൊക്കെ ലിവർ ആണെങ്കിൽ ശരി, ഒരു അസുഖം വരുന്ന ഏറ്റവും ആദ്യം ലിവറിനെയാണ് ബാധിക്കുന്നത്. നമ്മൾ ഈ വാങ്ങുന്ന ചിക്കൻ അസുഖം വന്നതാണോ നമുക്കറിയില്ല. അതായത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നല്ല ലിവർ കിട്ടുമോ എന്നറിയില്ല. പക്ഷെ ലിവറിൽ ഇതിന്റെ കണ്ടന്റ് കൂടുതലുണ്ടെന്ന് പറയുന്നത്. നമുക്ക് അത്രയും വിശ്വസിച്ച് വാങ്ങാവുന്നിടത്തുനിന്നാണ് ലിവർ വാങ്ങേണ്ടത്. ലിവർ ഒരു ഏറ്റവും ആദ്യം നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ബാധിക്കുന്ന ലിവറിനെയാണ്. അപ്പൊ ഒരു ചിക്കൻ, നമുക്കറിയില്ല ചിക്കൻ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു എന്ന്. ആ ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ ആ ചിക്കന്റെ ഏത് ബോഡി പാർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവറിലായിരിക്കും. ലിവറിനാണ് പെട്ടെന്ന് അസുഖം വരും. അതെന്താന്ന് അറിയാം, ഞാൻ ലിവറൊക്കെ ആദ്യം കഴിക്കുമായിരുന്നു. പക്ഷെ അന്നൊരിക്കൽ ഒരു കോഴി ലിവർ കഴിച്ചപ്പോ ലിവർ തന്നെ എന്താ പറയുക, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ലിവറ്, ചിക്കന്റെ ലിവർ വേറൊരു കോഴി, നമ്മൾ വളർത്തുന്ന കോഴി കഴിച്ചപ്പോ അത് പെട്ടെന്ന് തന്നെ ഡൈ ആയി മരിച്ചു. അപ്പൊ അതുകൊണ്ട് അതിന് ശേഷം ലിവർ കഴിക്കാറില്ല. അത് ചില എന്താ പറയാ, ബ്ലഡ് കുറവുള്ളവർക്ക്, അയൺ കുറവുള്ളവരൊക്കെ ലിവർ കഴിക്കാൻ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് നല്ലത് കിട്ടണം, നമുക്കറിയില്ല നമുക്ക് കിട്ടുന്നത് നല്ലതാണെന്ന് അറിയില്ലല്ലോ. അത് വളരെ ഗുണം അതിലുണ്ട്. പക്ഷെ നമുക്കിപ്പോ കിട്ടുന്ന പലതും, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പലതും നല്ലതാണോ, എന്തെങ്കിലും ഡാമേജ് പറ്റിയതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇതിന് ഗുണം പല ഹോർമോണുകളിൽ കുത്തിവെച്ചിട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ അല്ലേ? അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും അല്ലേ? അതെ അതെ. ഓക്കെ, താങ്ക്സ്. അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞ, ക്ലോറൈഡിന്റെ കാര്യമല്ലേ പറഞ്ഞത്? ഏതൊക്കെ ഫുഡ് ഐറ്റംസിൽ നിന്ന് കിട്ടുന്നു? ക്ലോറൈഡ്, ടേബിൾ സോൾട്ട്, സോയ സോസ്, സോയാബീന്റെ എല്ലാ പ്രോഡക്ട്സും, മിൽക്ക് എല്ലാം വരും. ലിവർ, അൺപ്രോസസ്ഡ് മീറ്റ്, അത്തരം വർഷങ്ങളോളം സൂക്ഷിക്കുന്ന മീറ്റ് ഒക്കെ ഉണ്ട്. ഈ ഫോറിനേഴ്സ് യൂസ് ചെയ്യുന്ന അത് അൺപ്രോസസ്ഡ് മീറ്റ്, മിൽക്ക് ആൻഡ് പീനട്സ്. അപ്പൊ വെജിറ്റേറിയൻസിന് ഓപ്ഷൻ ഉണ്ട്, മിൽക്ക്, പീനട്സ് പോലുള്ള സോയാബീന്റെ പ്രോഡക്ട്സ്. നെക്സ്റ്റ് കോപ്പർ. കോപ്പർ കൂടുതലും ഷെൽ ഫിഷ് ഒക്കെ ഇല്ലേ, ലൈക്ക് ക്രാബ്, ലോബ്സ്റ്റർ, പ്രോൺസ്, അങ്ങനെയുള്ള ചെമ്മീൻ, ഞണ്ട്, പിന്നെ ക്ലോസ്, കപ്പ, അതിലൊക്കെ കോപ്പർ കണ്ടന്റ് നിറയുണ്ട്. ഓയിസ്റ്റേഴ്സ്, പിന്നെ അതിപ്പോ നോൺ വെജുകാരുടെ കാര്യം എന്ന് പറയാം. അല്ലെങ്കിൽ അത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നട്ട്സ്, ഹോൾ ഗ്രെയിൻസ്, ഈസ്റ്റ് എക്സ്ട്രാക്ട്, അങ്ങനെ നട്ട്സിൽ ചില നട്ട്സുകളിൽ കോപ്പർ കണ്ടന്റ് ഉണ്ടായിരിക്കും. പക്ഷെ കൂടുതലും ഷെൽ ഫിഷിലാണ് കൂടുതലായിട്ട് കോപ്പർ കണ്ടന്റ് വരുന്നത്. ഇപ്പൊ തേർഡ് വൺ അതായിരുന്നു. നെക്സ്റ്റ് അയഡിൻ. സീ ഫുഡിൽ നിറയെ ഉപ്പ് വെള്ളത്തിലാണല്ലോ.
ലൈക്ക് എവിടെ കടൽ മീനുകൾ ഉണ്ടല്ലോ അതിനകത്ത് അയഡിൻ കണ്ടന്റ് കൂടുതലായിരിക്കും. കാരണം അത് വളരുന്നതും എല്ലാം ആ ഉപ്പുവെള്ളത്തിലാണല്ലോ. പിന്നെ ഈ സീല് തന്നെ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഈ സീ വീടുകളുണ്ട്, ചെറിയ ചെടികളൊക്കെ ഉണ്ടാവില്ലേ, പൈന് പോലത്തെയൊക്കെ. ഈ ചൈനക്കാരും ജാപ്പനീസ് അവരൊക്കെ കൊറിയൻസ് ഒക്കെ അവരുടെ സാലഡ്സിൽ അത് യൂസ് ചെയ്യും. സീ വീഡ്, ചെറിയ ചെറിയ ചെടികൾ കടലിനടിയിൽ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന കണ്ടില്ലേ. പിന്നെ അയഡൈസ്ഡ് സോൾട്ട്, നമുക്ക് അയഡൈസ്ഡ് സോൾട്ട് ആണ് നമുക്ക് കിട്ടുന്നതെന്ന് ഒരു ഉറപ്പില്ല. കാരണം വളരെയധികം പ്രോസസ്സ് ചെയ്യുമ്പോഴേക്കും അതിൽ നിന്നും കുറെ കണ്ടന്റ് പോകും. പണ്ടത്തെ കാലത്ത് നമുക്ക് പിന്നെയും നല്ല അയഡിനുള്ള ഉപ്പ് തന്നെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. സോ അയഡിൻ, സീ ഫുഡ്, സീ വീഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ചെടികളൊക്കെ കടലിനടിയിലുള്ള ചിലർ സാലഡ്സിലൊക്കെ അത് യൂസ് ചെയ്യും. നമ്മളുടെ ഇവിടെ അങ്ങനെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. പിന്നെ അയഡൈസ്ഡ് സോൾട്ട് തന്നെ കിട്ടാനായിട്ട്. നെക്സ്റ്റ് പിങ്ക് സോൾട്ട് ഒക്കെ പറ്റില്ല മാഡം? ഞാൻ അങ്ങനെ വിചാരിച്ചൊക്കെയാ വാങ്ങിച്ചത്. തോന്നുന്നു കേട്ടോ. ഞാൻ വാങ്ങിച്ചതിന് ഏതാണ്ട് 125 രൂപയായി 1 kg. വില കൂടുതലായിട്ടുണ്ട് സൂപ്പർ നല്ല ഉപ്പ് മാർക്കറ്റിലൊക്കെ. വാങ്ങിച്ചു നോക്കാം. ഈ നമ്മൾ എപ്പോഴും സാധാരണ ഉപ്പല്ലേ വാങ്ങുന്നത്. ഇപ്പൊ ഞാൻ തീരാറായി ഉപയോഗിക്കണില്ല, എനിക്ക് തൈറോയിഡ് പ്രശ്നം. നെക്സ്റ്റ് അയൺ എന്തിൽ നിന്നൊക്കെ കിട്ടാം നിങ്ങൾക്കറിയായിരിക്കും. ലീഫി വെജിറ്റബിൾസ്. പിന്നെ മാം, ഈ നമ്മൾ ഉപ്പില്ലേ, ഉപ്പ് നമ്മളെ എപ്പോഴും ഭരണിക്കകത്തിട്ട് വെക്കണം എന്ന് പറയും. അപ്പൊ നമുക്ക് അത് പിന്നെ നല്ലതാണെന്നാ പറയണത്. ഞാൻ ഭരണിക്കകത്ത് വെക്കുന്നത് 2 ഭരണി വാങ്ങിച്ചിട്ട് സാധാരണ ഉപ്പും ഈ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഈ വിലക്കൂടിയ ഉപ്പും വാങ്ങിച്ചായിരുന്നു. രണ്ടും ഭരണിയിലിട്ട് വെക്കണം നല്ലത്. ഭരണിയിലിട്ട് വെക്കുന്ന നല്ലത്. അത് തീരുമ്പോൾ അത് നല്ലപോലെ വാഷ് ചെയ്ത് ഉണക്കി വീണ്ടും റീഫിൽ ചെയ്യാം. അങ്ങനെയൊക്കെ തന്നെ. കാരണം വേറെ പ്ലാസ്റ്റിക്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റേ മാറും തോന്നുന്നു. അതിന്റെ കാണാൻ മറ്റേത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഭരണിയിലിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിലിട്ട് വെച്ച് സൺലൈറ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് വെള്ളമാവും. അത് ഇരിക്കുന്ന സ്ഥലം മുഴുവൻ ഇങ്ങനെ ഈർപ്പം പോലെ ഇരിക്കും. അയൺ, മീറ്റ്, എഗ്സ്, ബീൻസ്, ബേക്കഡ് പൊട്ടറ്റോ, ഡ്രൈഡ് ഫ്രൂട്ട്സിലെല്ലാം അയൺ കണ്ടന്റ് നല്ലതുപോലെ ഉണ്ട്. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഹോൾ ഗ്രെയിൻസ്, മുഴുവൻ ധാന്യങ്ങളിലെ തവിടൊന്നും കളയാതെയുള്ള അങ്ങനെയുള്ള ഗ്രെയിൻസ്. നെക്സ്റ്റ് മഗ്നീഷ്യം, ഹണി, ആൽമണ്ട്സ്, സീ ഫുഡ്, ടൂണ, നമ്മുടെ ചൂരമീനിന്റെ അത്, ചോക്ലേറ്റ്സ്, പൈനാപ്പിൾ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇതിലെല്ലാം മഗ്നീഷ്യം കണ്ടന്റ് ഉണ്ട്. ഹണി, ആൽമണ്ട്, സീ ഫുഡ്, ടൂണ ഫിഷ്, ചോക്ലേറ്റ്സ്, പൈനാപ്പിൾ and green leafy vegetables. Next, manganese, nuts, oils, vegetables, whole grains. Whole grains ആണ് നിങ്ങൾ തവിടൊന്നും അതിനൊന്നും നീക്കം ചെയ്യാതെയാണ് whole grains. Cereals, nuts, oils, vegetables and whole grains. Next, sodium നമ്മൾ ക്ലോറൈഡ് പറഞ്ഞ പോലെ തന്നെ ടേബിൾ സോൾട്ട് യൂസ് ചെയ്യുന്ന നല്ല ഉപ്പ്. ചീസ്, മിൽക്ക്, സോയ സോസ്, അൺപ്രോസസ്ഡ് മീറ്റ് ഇതെല്ലാം സോഡിയം കണ്ടന്റ് ഉള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റേറിയൻസിന് ചീസ്, മിൽക്ക് ഒക്കെ വേണം, സോയ വേണം. അത് ഇഷ്ടമില്ലാത്തവർക്കുള്ള കാര്യം ബുദ്ധിമുട്ടായിരിക്കും. സൾഫർ കണ്ടന്റ് വരുന്നത് ചീസ്, എഗ്സ്, നട്ട്സ്, ഓണിയൻസ്, ഫിഷ്, വീറ്റ്, കുക്കുംബേഴ്സ്, കോൺ, കോളിഫ്ലവർ, ബ്രോക്കോളി ഇതിലൊക്കെ സൾഫർ കണ്ടന്റ്. എഗ്സ്, നട്ട്സ്, ഓണിയൻസ്, ഫിഷ്, വീറ്റ്, കുക്കുംബേഴ്സ്, കോൺ, കോളിഫ്ലവർ, ദെൻ ബ്രോക്കോളി. നെക്സ്റ്റ് ഫോസ്ഫറസ് വരുന്നത് മഷ്റൂംസ്, മീറ്റ്, കാഷ്യൂസ്, ഓട്സ്, ഫിഷ്, ബീൻസ്, ക്യാരറ്റ്സ് ആൻഡ് ആൽമണ്ട്സ്. Phosphorus വരുന്നത് mushrooms, meat, cashews, oats, fish, beans, carrots and almonds. Next 11th one, potassium. Potassium വരുന്നത് ചീര, spinach, apples, oranges, tomatoes, papaya, bananas,
ബനാന ഒന്നും കൊടുക്കും, കാരണം വെച്ചാൽ പൊട്ടാസ്യം വേണം എന്ന് പറഞ്ഞിട്ട് ബനാന കഴിക്കാൻ പറയുന്നത്. ലെമൺസ്, mushrooms, then raisins, pineapple, rice, cucumbers, strawberry. പൊട്ടാസ്യം ഉള്ള കുറേ സാധനങ്ങളുണ്ടല്ലേ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിറയുണ്ട്, അതിലെല്ലാം പൊട്ടാസ്യം കണ്ടന്റ് ഉണ്ട്. സ്പിനാച്ച്, ആപ്പിൾസ്, ഓറഞ്ചസ്, ടൊമാറ്റോസ്, പപ്പായ, ബനാനാസ്, ലെമൺസ്, സെലറി, അങ്ങനെ പലതും, മഷ്റൂംസ് എല്ലാം, റേസിൻസ് അങ്ങനെ മുന്തിരിയൊക്കെ ഇല്ലേ, പൈനാപ്പിൾ, റൈസ്, കുക്കുംബർ, സ്ട്രോബെറീസ്, ഫിഗ്, അത്തിപ്പഴം, പിന്നെ സ്പ്രൗട്ട്സ് മുളപ്പിച്ച ഇതെല്ലാം, പിന്നെ ലെഗ്യൂംസ്, പയറുവർഗ്ഗങ്ങൾ, ഇതിനെല്ലാം പൊട്ടാസ്യം നിറയുന്നു. നെക്സ്റ്റ് സിങ്ക് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റ് ഐറ്റംസിൽ നിറയെ സിങ്ക് ഉണ്ടെന്ന് പറയുന്നത്. ബീഫ്, പോർക്ക്, ഡാർക്ക് മീറ്റ്, ഭയങ്കര കൂടുതൽ ചുവന്ന കളറുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത്. ചിക്കൻ, അതിലൊക്കെ സിങ്ക് നല്ലതുപോലെ ഉണ്ട്. അത് ഇഷ്ടമില്ലാത്തവര് കാഷ്യൂസ്, ആൽമണ്ട്സ്, പീനട്സ്, ബീൻസ്, സ്പ്ലിറ്റ് പീസ് ഇല്ലേ, നമ്മളിങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് പോലത്തെ സ്പ്ലിറ്റ് പൊളിച്ചെടുത്തിട്ട് എന്താ എന്താ പിസ്ത. അതുപോലെ നമ്മൾ അല്ലാതെ ഇങ്ങനെ ബീൻ, പിസ്ത ഉണ്ട്. പിന്നെ ബീനിൽ നിന്നും പൊളിച്ച് നമ്മൾ ബീൻസ്, ചില ബീൻസ് നമ്മൾ അതോടുകൂടി ഉപയോഗിക്കില്ലേ, അതായത് പൊളിച്ച് അതിന്റെ ഉള്ളിലെ സീഡായിട്ട് ഉപയോഗിക്കുന്നതാണ് സ്പ്ലിറ്റ് ബീൻസ് വരുന്നത്. പിസ്ത വരും, പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് വരും, അങ്ങനെയുള്ളതൊക്കെ സിങ്ക് കണ്ടന്റ്. ശരിക്കും മീറ്റ് ഐറ്റംസിൽ സിങ്ക് കണ്ടന്റ് നിറയുണ്ട്. ഇഷ്ടമില്ലാത്തവർ കാഷ്യൂസ്, ആൽമണ്ട്സ്, പീനട്സ്, ബീൻസ്, സ്പ്ലിറ്റ് പീസ് അതിലേക്കൊക്കെ പോകും. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളിന്ന് പറഞ്ഞു. ഈ മിനറൽസില് ഓരോന്നിന്റെയും റോള്, അവരുടെ ഡ്യൂട്ടീസ്, പിന്നെ അത് ഏത് ഫുഡ് കണ്ടന്റിലാണ് ആ മിനറൽസ് എല്ലാം കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ പറഞ്ഞു. ഓക്കെ, ശരിക്കും നമ്മുടെ ഇതിനകത്ത് ടെക്സ്റ്റില് നമ്മൾക്ക് ഫുഡ് ആൻഡ് ന്യൂട്രീഷനകത്ത് ഫുഡ് പ്രോഡക്ട്സിലെ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്, ഫാറ്റും കൂടെ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് വെക്കണം. ഫാറ്റിനെ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചും പ്രോട്ടീൻസിനെ കുറിച്ചും ഫാറ്റിനെ കുറിച്ചും മിനറൽസിനെ കുറിച്ചും ഇപ്പൊ പറഞ്ഞു. ഇത് വൈറ്റമിൻസും കൂടെ നമുക്ക് പറയാനുണ്ട്. നോട്ട്സിൽ ചെറുതായിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നമ്മൾ ഈ പറഞ്ഞത് കൂടാതെ ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പ്രോട്ടീൻസ്, ഫാറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, അതൊക്കെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതിൽ കൂടുതൽ നമ്മൾ നോട്ടിൽ നോട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലെ, നോട്ട്സിൽ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത ദിവസം വൈറ്റമിൻസ്, എനിക്ക് തോന്നുന്നു നാളത്തെ ഒരു സെഷൻ തന്നെ മതിയാവില്ല എന്ന് തോന്നുന്നു വൈറ്റമിൻസിനെ കുറിച്ച് പറയാൻ. എത്ര വൈറ്റമിൻസ് ഉണ്ട് അറിഞ്ഞോയോ? 13. അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തേ. വാട്ടർ soluble, fat soluble, B fat soluble, BC water soluble, Four fat soluble, 9 water soluble, അല്ലേ? yes ma'am. Okay, so A, B, D, E and K fat soluble. B 8 B vitamins പിന്നെ C water soluble. കുട്ടിയാണോ പറയുന്നത്? എനിക്കൊരു സംശയം.